ഹലോ ഗൈസ്, നമ്മുടെ വൺ പീസിൻ്റെ ചാപ്റ്റർ 1186ൻ്റെ സ്പോയിലേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. സ്പോയിലേഴ്സിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വെറും ഫ്ലാഷ് ബാക്ക് മാത്രമല്ല, നമ്മുടെ മെയിൻ ടൈം ലൈനിലേക്ക് തിരിച്ചു വരികയോ അതിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ അതൊക്കെ എന്താണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും മാത്രമേ ഇതുപോലത്തെ വൺ പീസിൻ്റെ പുതിയ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ആനിമെ കാണുന്ന കൂട്ടുകാർക്ക് കൂടി നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് പരിചയപ്പെടുത്തി കൊടുക്കുക. സോ ഞാൻ അധികം പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ കവർ പേജിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ എയ്ഡൻ്റെ ഫോട്ടോ നമ്മുടെ ലോക്കി, അതും ചെറിയ ലോക്കി വരക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ മെയിൻ സ്റ്റോറിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഗംഗു നമ്മുടെ ലൂവനെ കൊന്നതിന് ശേഷം ആ കിങ്ഡത്തിലെ വാർ സ്റ്റോപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ളത്, പിന്നെ ഇവിടെ ഒരു കാര്യം റിവീൽ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗംഗുവിൻ്റെ ബയോളജിക്കൽ ഫാദർ നമ്മുടെ ഗംഗുയുടെ പിന്നിൽ നിൽക്കുന്ന ഈ ഒരു ആളാണെന്ന്. ഇത് പ്രൂവ് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ഗംഗുവിനെ പോലെ തന്നെ ഈ ഒരു ക്യാരക്ടറിനും ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ആണ് ഉള്ളതെന്നും ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടാവുക നമ്മുടെ എക്സ്പീരിയ കിങ്ഡത്തിലേക്ക് നമ്മുടെ സെലസ്റ്റിയൽ ഡ്രാഗൺസ് വന്ന സമയത്ത് ഒരുപക്ഷെ ഈ ഒരു ഹോളി നൈറ്റും അവരുടെ കൂടെ ഉണ്ടായിരിക്കാം. ആ ടൈമിലായിരിക്കും നമ്മുടെ എയ്ഡനെ ഈ ഒരു ക്യാരക്ടർ പ്രഗ്നൻ്റ് ആക്കുന്നത്. നമുക്കറിയാം നമ്മുടെ എയ്ഡക്ക് ആ ടൈമിൽ എന്തോ ഒരു രോഗം പിടിപെട്ടിരുന്നു. ഒരുപക്ഷെ അവിടെ നിന്നുണ്ടാക്കിയ ഈ ഒരു ഡ്രാമയായിരിക്കും അതിന് കാരണം. സോ നമുക്കിതിലൂടെ കാര്യം മനസ്സിലാക്കാൻ, നമ്മുടെ ഗംഗു ഒരു സെലസ്റ്റിയൽ ഡ്രാഗനാണ്. അതിനുശേഷം നമ്മുടെ ഗംഗു നമ്മുടെ ബ്രൂക്കുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ ഫൈറ്റിനിടയ്ക്കാണ് നമ്മുടെ ബ്രൂക്കിൻ്റെ തലയിൽ നമ്മൾ കണ്ടിട്ടില്ല ഈ ഒരു ക്രാക്ക് കിട്ടുന്നത്. അതിനുശേഷം നമ്മുടെ ഗംഗു ആയിക്കോട്ടെ ഗംഗുവിൻ്റെ ഫാദറിൻ്റെ കൂടെ കിങ്ഡം വിട്ട് ഹോളി നൈറ്റിലേക്ക് പോയെന്നും ഇവിടെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ബ്രൂക്ക് ഈ ഒരു അറ്റാക്ക് സർവൈവ് ചെയ്യുകയോ അതിനുശേഷം നമ്മുടെ ബ്രൂക്ക് തന്നെ വിചാരിക്കുകയാണ് ഈ ഡ്രാമയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇതുവരെ നടന്നതൊക്കെ ഒരു സ്വപ്നമായിരുന്നു എന്ന്. ബ്രൂക്ക് തന്നെ അത് തന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാണ് ഇവിടെ ഉണ്ടായത്. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും ക്രൂരായിട്ടുള്ളൊരു സംഭവം ഒരു സ്വപ്നമാണെന്ന് സ്വന്തം അങ്ങ് കരുതെന്ന് വെച്ചാൽ എത്ര ടഫായിട്ടുള്ള കാര്യമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. സോ ബ്രൂക്ക് ഇത്രയും വലിയൊരു ബേർഡൻ ഉള്ളിൽ വെച്ചായിരുന്നു ഇത്രയും കാലം നമ്മുടെ സ്ട്രോ ഹാറ്റ്സിൻ്റെ കൂടെ ചിരിച്ച് കളിച്ച് നടന്നെന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ നമ്മുടെ ബ്രൂക്കിനോട് പ്രത്യേക ഒരു റെസ്പെക്റ്റ് തന്നെ ഇപ്പോൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫ്ലാഷ് ബാക്കിയുടെ അവസാനിക്കാനുണ്ടായത്, പിന്നെ ഫ്ലാഷ് ബാക്കിന് ശേഷം നമ്മുടെ ലോക്കിയുടെ ഇമൂസമയുടെ ഫൈറ്റിലേക്കാണ് തിരിച്ചു വരുന്നത്. അതിനിടയ്ക്ക് ഇമൂസമ നമ്മുടെ വോയിഡ് സെഞ്ചുറിയിലുള്ള ചില കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നുണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് റിവീൽ ചെയ്യുന്നില്ല. ഒരു പക്ഷേ നമ്മുടെ ജോയ് ബോയുടെ ഇമൂസമയുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് തന്നെയായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇനിയിപ്പോൾ ചിലപ്പോൾ നമ്മുടെ വോയിഡ് സെഞ്ചുറിയുടെ ഫ്ലാഷ് ബാക്കും നമ്മുടെ എൽബാഫിൽ വെച്ച് തന്നെ കാണിക്കാൻ വരെ ചാൻസ് ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എൽബാഫ് ആർക്ക് നമ്മൾ വിചാരിക്കുന്നതിലും വേറെ ലെവലിലേക്ക് പോകുന്നതായിരിക്കും. പിന്നെ ചാപ്റ്ററിൻ്റെ അവസാനമായിട്ട് നമ്മുടെ ലൂഫിയും ബാറ്റിൽ ഫീൽഡിലേക്ക് വരുന്നുണ്ടെന്നും ലൂഫി വന്ന ഉടൻ തന്നെ നമ്മുടെ ഇമൂസമ്മയുടെ മുഖത്ത് തന്നെ ഒരു പഞ്ച് കൊടുക്കുന്നുണ്ടെന്നും ഇവിടെ പറയുന്നുണ്ട്. ഈ ഒരു പഞ്ച് കാണുമ്പോൾ നമ്മുടെ സാബാവോഡിയിൽ നമ്മുടെ ലൂഫി ഒരു സെലസ്റ്റിയൽ ഡ്രാഗനെ എങ്ങനെയായിരുന്നോ പഞ്ച് ചെയ്തത് അതുപോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നതെന്നും പറയുന്നത്. സോ നമ്മുടെ ലൂഫിയും ഫൈനലി ഫൈറ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇമ്മുവിൻ്റെ എക്സ്പ്രഷൻ കാണേണ്ടതായിരിക്കും. കുറേ കാലങ്ങൾക്ക് ശേഷം ജോയ് ബോയിനൊക്കെ കാണുന്നതല്ലേ. അത് മാത്രമല്ല നമ്മുടെ ലൂഫി ആണെങ്കിലും നമ്മുടെ ഇമൂസമ്മയുടെ മുഖത്തൊരു പഞ്ചും ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ചാപ്റ്റർ ഇങ്ങനെയാണ് അവസാനിച്ചിട്ടുള്ളത്. സോ ഇതിന് ശേഷം എന്തായിരിക്കും നടക്കുന്നതെന്നും പറയുന്നില്ല. നമുക്ക് ഒരു കാര്യം ഇവിടെ ഉറപ്പിക്കാം, അടുത്ത ആഴ്ച ബ്രേക്കൊന്നുമില്ല. സോ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനെ വിളിക്കുക, ഓൺ നോട്ടിഫിക്കേഷൻസ് എടുത്തുക. മറ്റൊരു സമയത്ത് ബൈ ബൈ.